It's with utmost pleasure I'm here to present before you the much awaited dance drama project, Kashi. The drama starts with portraying the day of the first ever KHNA convention and how a family is influenced by what happens at that convention, and specifically how it influences a young boy growing up in a foreign land. The concept of Kashi is conceived by and born in the brilliant brain of Dr. Ranjit Pillai from Houston, Texas. The dance part of the project is choreographed by none other than our own famous actress, accomplished dancer, performer, Mrs. Divya Unni. This has 3 original songs written and composed by Mr. Santosh Verma. The team of very talented dancers in this project come from different states of the US. Kashi team members appreciate the support of Mr. Paul Caldra of California. I'm sure each one of you here will be able to identify what's going to unfold here. Now, without further ado, here's Kashi. ഏഴ് കടലും കടന്ന് മികച്ച ജീവിത സാഹചര്യങ്ങൾ തേടി അമേരിക്കൻ മണ്ണിലേക്ക് കുടിയേറിയ ഓരോരുത്തരും ഭാരതത്തിന്റെ നന്മ മനസ്സിലും സനാതന ധർമ്മ മൂല്യങ്ങൾ ആത്മാവിലും വഹിച്ചുകൊണ്ടായിരുന്നു. നമ്മുടെ കലാ സാംസ്കാരിക മൂല്യങ്ങൾ നിലനിർത്തുവാനും ബന്ധങ്ങൾ നിലനിർത്തുവാനും ഒത്തൊരുമിച്ച് സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഒരു കൂട്ടായ്മയെ പറ്റി ചിന്തിക്കുകയും അതിന് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക KHNA എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഇന്ന് നവംബർ 21, 2003 ഈ ചരിത്ര ദിനത്തിൽ നമുക്ക് KHNA എന്ന ഈ കൂട്ടായ്മയുടെ ആദ്യ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാരമ്പര്യത്തിന്റെ കരുത്തും സംസ്കാരവും വിളിച്ചോതുന്ന ഈ ഘോഷയാത്രയ്ക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കാം.
ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ സനാതനധർമ്മ വിശ്വാസികളെയും ഒരിക്കൽ കൂടി അഭിമാനത്തോടെയും പ്രാർത്ഥനയോടെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീ മന്മഥൻ നായരെ സ്വാഗത പ്രസംഗത്തിനായി ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പൂജനീയരായ ഗുരുക്കന്മാരെ, ആദരണീയരും ശ്രേഷ്ഠരുമായ സന്യാസി വര്യന്മാരെ, അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 7 കടലിനിക്കരെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹാർവേ ഹോട്ടലിലെത്തിയ എൻ്റെ ഹൈന്ദവ കുടുംബ മിത്രങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപക്ഷേ അനേക വർഷങ്ങൾക്ക് ശേഷം ഇവിടെ പങ്കെടുക്കുന്ന നമ്മളിൽ പലരും, ഈ 159 കുടുംബങ്ങളിൽ പലരും വാർദ്ധക്യത്തിലേക്ക് പടിയിറങ്ങുമ്പോൾ നമുക്ക് തണലായി ഊന്നിയിറങ്ങാൻ, പിടിച്ചു നിൽക്കാൻ സനാതന ധർമ്മത്തിൽ ഉറച്ച ഒരു വിശ്വാസം, ഒരു ദ്വന്ദ്വ സംസ്കാരത്തിൽ വളരുന്ന നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളും ആദർശങ്ങളും കൊടുത്ത് ഹൈന്ദവ ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ ഒട്ടും തന്നെ ചോർന്നു പോകാതെ പഠിപ്പിച്ചു കൊടുക്കാൻ അതിനുവേണ്ടിയുള്ളൊരു വിശ്വാസം, അതിവിടെ അരക്കിട്ടുറപ്പിക്കുവാനും ഊട്ടി വളർത്തുവാനും ഉണർന്നു പ്രവർത്തിക്കുവാനും വേണ്ടി പ്രതിജ്ഞാബദ്ധരായ 150 ഹൈന്ദവ കുടുംബങ്ങളാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. സനാതന ധർമ്മത്തിൽ ഉറച്ചു വിശ്വസിച്ച് ഇവിടെ വന്നവരും വരാത്തവരുമായിട്ടുള്ള ഹൈന്ദവ സുഹൃത്തുക്കളെ, കുടുംബങ്ങളെ, പാശ്ചാത്യ ലോകത്ത് സംസ്കാരത്തിൻ്റെ ചൂഴിയിൽപ്പെട്ടു പോകുന്ന കുടുംബങ്ങളെ ഉണർത്തി പ്രത്യുജ്വലമായ ഒരു ഹൈന്ദവ സംസ്കാരം അവരിലേക്ക് പഠിപ്പിച്ച് വളർത്തിയെടുക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന പ്രതിജ്ഞാബദ്ധരായ ഈ സുഹൃത്തുക്കൾ മുന്നിലുണ്ടാകും. അവരുടെ സപ്പോർട്ടും ഇതിനുണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇങ്ങനെയൊരു സംരംഭത്തിന് ലീഡർഷിപ്പ് കൊടുക്കുവാൻ ഇടയായത് ഒരു ദൈവഹിതമായി, നിയോഗമായി കരുതിക്കൊണ്ട് ഇത് വളരട്ടെ, ഇത് വളർന്നു പന്തലിക്കട്ടെ, ഇവിടെ ഭദ്രദീപം കൊളുത്തുന്ന ഈ നിമിഷത്തിൽ സ്വാമിജിയുടെ അനുഗ്രഹത്തോടു കൂടി ഇത് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി വളരട്ടെ, ഹൈന്ദവരുടെ ഐക്യം ഇതുമൂലമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം. നന്ദി, നമസ്കാരം. KHNAയുടെ ആദ്യത്തെ കൺവെൻഷൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ സംപൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമിജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഒരു പുതിയ നൂറ്റാണ്ടിലാണ്, ഒരു പുതിയ ദേശത്താണ്. പക്ഷേ നമ്മുടെ ഭാരതത്തിൻ്റെ അതേ നിത്യമായ ആത്മാവോടെ ഈ വിളക്ക് വെറുമൊരു ആചാരമല്ല, അത് പ്രത്യാശയുടെയും തുടർച്ചയുടെയും സനാതനധർമ്മത്തിൻ്റെയും പ്രതീകമാണ്. സംസ്കാരങ്ങൾക്കും സ്വത്വങ്ങൾക്കും ഇടയിൽ ആശയക്കുഴപ്പത്തിലായ ഇവിടെ ജനിച്ച നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഇത് ഒരു നന്മയുടെ നല്ല പാതയിലൂടെ പോകാൻ തുണയായി തീരട്ടെ. ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങളെ നയിക്കട്ടെ, നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തട്ടെ. നിങ്ങൾ കാണുന്ന ഓരോ സ്വപ്നവും നമ്മുടെ ധർമ്മത്തിൻ്റെയും ശക്തിയുടെയും
കാലാതീതമായ ജ്ഞാനത്തിൻ്റെയും പ്രതിഫലനമായി മാറട്ടെ. That was something, wasn't it? So many people, traditions, and that procession took me straight back to our temple festivals in Kerala. Swamiji's words still echo in my heart. That light we lit, it felt like we're keeping something alive. Yeah, except I didn't really want to be there. What do you mean? I went because you guys kept pushing. But honestly, I don't get it. What even is Sanatana Dharma? All I hear are stories about Krishna or Ayyappa fighting demons or dancing on snakes. They sound like myths. We spent the whole weekend on this. Instead, we could have gone to Disney World. At least those fantasies come alive. You feel them. You don't just sit and hear about them. Those stories carry deep truths, Arjun. They're not just tales, they're teachings. We come from a civilization that lived by those values. But I was born here. None of my friends talk about this stuff. I don't know where I fit in. It's okay. Maybe one day you will see it differently. Let's just get some sleep. ഈ വിളക്ക് വെറുമൊരു ആചാരമല്ല, അത് പ്രത്യാശയുടെയും തുടർച്ചയുടെയും സനാതനധർമ്മത്തിൻ്റെയും പ്രതീകമാണ്. ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങളെ നയിക്കട്ടെ. Shiva 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 ഈ വിളക്ക് വെറുമൊരു ആചാരമല്ല, അത് പ്രത്യാശയുടെയും തുടർച്ചയുടെയും സനാതനധർമ്മത്തിൻ്റെയും പ്രതീകമാണ്. ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങളെ നയിക്കട്ടെ.
ശിവ ശിവ ജപമുണരും തിരമാലകൾ ഉയരും വരനദി ഗംഗ. ഹിമഗിരി സാനുക്കളോടി വരും മധുവാഹിനി മോഹിനി ഗംഗ. കാശി ദേശ വിരാജിത ദേവനെ ആരാധിച്ചിടും അംബ. ഹവഹര സഖി ഭാഗീരഥി ഗംഗ കളമൃദുനാഥ തരംഗ ഗംഗ ഗംഗ ഗംഗ. മന്ത്രമുഖരിത കാശി മോക്ഷസ്ഥലിയാം കാശി പുണ്യചരിത്രമതനവധി ചൊല്ലിടും അതിപാവനമാം കാശി. മന്ത്രമുഖരിത കാശി മോക്ഷസ്ഥലിയാം കാശി പുണ്യചരിത്രമതനവധി ചൊല്ലിടും അതിപാവനമാം കാശി. ഭാരത സംസ്കൃതി തെളിയും ഭാസുര ഭൂമിക കാശി. വിശ്വനാഥ വിശ്രുത മന്ദിര ധന്യത ചൂടിയ കാശി. ഭഗവത് കാലടി പണിയാൻ ഇതിലെ വരുന്നു ഗംഗ. ഭഗവത് കാലടി പണിയാൻ ഇതിലെ വരുന്നു ഗംഗ 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 ഗംഗ. ശിവപാദാർപ്പിത ഗംഗ ശിവശിരവാസിനി ഗംഗ. ശിവനഭിഷേക ജലം പകരും മഹാനദി മംഗള ഗംഗ. ശിവപാദാർപ്പിത ഗംഗ ശിവശിരവാസിനി ഗംഗ. ശിവനഭിഷേക ജലം പകരും മഹാനദി മംഗള ഗംഗ. ആത്മവിശുദ്ധിതയാകും ശിവപരപൂർണ്ണ തരംഗ. സ്വർഗീയാമൃതധാരിണി ഗംഗ ദേശ സമൃദ്ധിത ഗംഗ. ഭഗവത് കാലടി പണിയാൻ ഇതിലെ വരുന്നു ഗംഗ. ഭഗവത് കാലടി പണിയാൻ ഇതിലെ വരുന്നു ഗംഗ 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 ഗംഗ. ശിവ ശിവ ജപമുണരും തിരമാലകൾ ഉയരും വരനദി ഗംഗ. ഹിമഗിരി സാനുക്കളോടി വരും മധുവാഹിനി മോഹിനി ഗംഗ.
നിന്റെ പാദചിന്തയിൽ സമസ്തമർപ്പിതം ജിതേന്ദ്രിയെന്ന ഘോരി ജടയണിഞ്ഞു ശൂലമേന്തി ചുടലകത്തി വീണിടും വിഭൂതി ചാത്തിടുന്നവന്ന ഘോരി സൂര്യരശ്മി അഗ്നിയാക്കും ഉഗ്രസാധന മന്ത്രതന്ത്രയോഗ സിദ്ധി പൂർണ്ണചേതന അഘോരി അഘോരി അഘോരി. മന്ത്രമില്ല ഗുരുവിലും മഹത്വമുള്ള തത്വമില്ല. അഘോരമന്ത്ര തുല്യമായ മന്ത്രമില്ല ഗുരുവിലും മഹത്വമുള്ള തത്വമില്ല. താനല്ലാത്തതൊന്നുമേ സത്യമല്ല അഘോരികൾക്ക് ലൗകികാഗ്രഹങ്ങളില്ല. ദേഹമില്ല ലോകമില്ല ദേവരില്ല അസുരരില്ല യജ്ഞജാതി കുലമതാതി ഒന്നുമില്ല. ജനിവൃതിഹീനരായി ശിവനിൽ ലയിച്ചുകൊണ്ടതിപാവനം ശുഭജീവനം. ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരു പരം ശിവോഹം. വിശ്വേശ്വരായ മഹാദേവായ സ്വയംഭവായ സ്വയംഭവായ ായ ആലായ നിരനകായ മൃത്യുഞ്ജയായ സർവേശ്വരായ സഹാശ്വായ മഹാദേവായ നമഃ. ദേഹചിന്തയില്ല കാലചിന്തയില്ല ദേശമില്ല സ്വന്ത ബന്ധമൊന്നുമില്ല. ദേഹചിന്തയില്ല കാലചിന്തയില്ല ദേശമില്ല സ്വന്ത ബന്ധമൊന്നുമില്ല. ഇച്ഛതന്റെ ശക്തിയാൽ ക്രിയാബലത്താൽ അഘോരികൾക്ക് അസാധ്യമായതൊന്നുമില്ല. ഏകാന്തധ്യാനലീനരായി ചുടലയെ സ്വഗേഹമാക്കി നിർഭയം തുടർന്നിരുന്ന സാധകന്മാർ അമൃത സമാനമാ ജ്ഞാനാന്വേഷണം കഠിനായനം ലക്ഷ്യം ശിവം. ഓം ശിവം സർവം ശിവോഹം ദേഹം
തടത്തിൽ ശംഖിന്റെ ഓംകാരനാദങ്ങളിൽ മന്ത്രമുഖരിത ദിവ്യനദീ തടത്തിൽ ശംഖിന്റെ ഓംകാരനാദങ്ങളിൽ മോക്ഷത്തിലേക്കുള്ള മാർഗം തുറക്കുന്ന മഹനീയ പുണ്യാരതി. ജയ് ഗംഗേ മാതേ, ഓം ജയ് ഗംഗേ മാതേ, ജയ് ഗംഗേ മാതേ, ഓം ജയ് ഗംഗേ മാതേ, ഓം ജയ് ഗംഗേ മാതേ. ഗംഗയിൽ മംഗളദീപങ്ങളാകുവാൻ നക്ഷത്രജാലങ്ങൾ മോഹിക്കുന്നു. ഗംഗയിൽ മംഗളദീപങ്ങളാകുവാൻ നക്ഷത്രജാലങ്ങൾ മോഹിക്കുന്നു. ഈ ധന്യവേസുന്ധര, ഈ ധന്യവേളയിൽ ദേവി വസുന്ധര അടിമുടി ശോഭയിലാറാടുന്നു. ഈ ധന്യവേളയിൽ ദേവി വസുന്ധര അടിമുടി ശോഭയിലാറാടുന്നു. അഗ്നിദേവന്റെ ആത്മസമർപ്പണം, അഗ്നിദേവന്റെ ആത്മസമർപ്പണം ദീപങ്ങളിൽ ആളും പ്രഭയാകുന്നു, ദീപങ്ങളിൽ ആളും പ്രഭയാകുന്നു. ജയ് ഗംഗേ മാതേ, ഓം ജയ് ഗംഗേ മാതേ, ജയ് ഗംഗേ മാതേ, ഓം ജയ് ഗംഗേ മാതേ, ഓം ജയ് ഗംഗേ മാതേ. നിറതിങ്കൾ തിരിവയ്ക്കും ആകാശം പാടുന്നു ഗംഗേ നിനക്കാരതി. നിറതിങ്കൾ തിരിവയ്ക്കും ആകാശം പാടുന്നു ഗംഗേ നിനക്കാരതി. ദീപനാളങ്ങൾ ചാഞ്ചാട്ടും പൂന്തെന്നൽ പാടുന്നു അമ്പേ നിനക്കാരതി. എന്റെ ഹൃദന്തമാം പൊൻതാലത്തിൽ, എന്റെ ഹൃദന്തമാം പൊൻതാലത്തിൽ ഭാഗീരഥി നിനക്കാരതി, ഭാഗീരഥി നിനക്കാരതി. ദേവി സുരേശ്വരി ഭഗവതി ഗംഗേ, ജയ് ഗംഗേ മാതേ, ത്രിഭുവന താരിണി തരണ തരംഗേ, ജയ് ഗംഗേ മാതേ, ശങ്കര മൗലി വിഹാരിണി വിമലേ, ജയ് ഗംഗേ മാതേ, മമ മദിരാസ്താം തവ പദ കമലേ, path of dharma is eternal, transcending time and place. Embrace it, and you shall find your true self.
दिव्यसहस्रनामस्तोत्रमहामन्त्रस्य वशिन्यादिवाग्देवता ऋषयः अनुष्टुप्छन्दः श्रीललिता परमेश्वरी देवता। सिन्दूरारुणविग्रहां त्रिनयनां माणिक्यमौलिस्फुरत्तारा नायकशेखरां स्मितमुखीं पीनवक्षोरुहां पाणिभ्यामलिपूर्णरत्नचषकं रक्तोत्पलं बिभ्रतीं सौम्यां रत्नघटस्थरक्तचरणां ध्यायेत् परामम्बिकाम्। वागर्धाविव सम्पृक्तौ वागर्धप्रतिपद्धये जगतः पितरौ वन्दे पार्वती परमेश्वरौ। चन्द्रचूड शिवशङ्कर पार्वती रमणन निनगे नमो नमो। चन्द्रचूड शिवशङ्कर पार्वती रमणन निनगे नमो नमो। चन्द्रचूड शिवशङ्कर पार्वती रमणा निनगे नमो नमो। सुन्दर मृगधर पिनाकधनुकरा सुन्दर मृगधर पिनाकधनुकर सुन्दर मृगधर पिनाकधनुकर गङ्गाधर गजचर्माम्बरधर गङ्गाधर गज चर्माम्बरधर चन्द्रचूड शिवशङ्कर पार्वती रमणन निनगे नमो नमो। चन्द्रचूड शिवशङ्कर पार्वती रमणा निनगे नमो नमो। ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് തൊഴുകാം. കാശിയിലൂടെ സഞ്ചരിച്ച മനസ്സിന് ദേവത്വം, പുണ്യഗംഗാ സ്നാനത്തിലൂടെ ആത്മശുദ്ധി, അഘോരികളുടെ നിർഭയത്വം കൈവരിക്കുന്നവർക്ക് ലഭ്യമാകുന്നത് ശിവത്വം. ഗംഗാ ആരതിയുടെ ദീപപ്രഭയിലൂടെ അജ്ഞാനത്തിന് ഒടുക്കം. അതാണ് സനാതനധർമ്മത്തിൻ്റെ മഹത്വം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പാം.
Yeah. At this time, I invite Dr. Nisha Pillai on stage, Dr. Ranjit Pillai on stage, and also our sponsor, Mr. Paul Kaldra on stage, please. Yeah. At this time, I also invite Ms. Divya Uni on stage, please. Team Kashi. This is Team Kashi. They have been at work for last 3-4 months, and I hope you enjoyed it. Thank you so very much. I appreciate all of your support today. Thank you so very much. താങ്ക് യു കാശി. ഒരുപക്ഷെ നമ്മൾ ഒരു കുഞ്ഞു യാത്ര ഇവിടുത്തെ കുഞ്ഞു കുട്ടികളെ സനാതനത്തിൻ്റെ ഒരു പാതയിലൂടെ ഒരു യാത്രയിലൂടെ കൊണ്ടുപോകാൻ നിങ്ങളാണ് ഇതിന് കാരണക്കാർ. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് ആദ്യം ഞാൻ ഇതിനെ കാശിയാക്കി മാറ്റിയ ദിവ്യ ഉണ്ണിയെ ഒരു വാക്ക് പറയുവാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ദിവ്യ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവരുടെയും പാദങ്ങളിൽ എൻ്റെ പ്രണാമം. 2001 KHNA കൺവെൻഷൻ മുതൽ എല്ലാ കൺവെൻഷനിലും എൻ്റെ കല ആർജിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തിരിച്ചറിവ് എനിക്ക് നമ്മൾ ഇത്ര വർഷമായി എന്ന് പറഞ്ഞൊരു കണക്കെടുത്തപ്പോഴാണ് ഞാനും അത് റിയലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ വേറെ രീതിയിലുള്ളൊരു കലാർപ്പണമാണ് ഈശ്വരൻ എനിക്കായി കരുതി വെച്ചത്. കാശി യാത്രയിലേക്കുള്ള ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ആകുക, അവിടേക്ക് KHNA കൺവെൻഷനിലെ എല്ലാവരെയും അവിടേക്കുള്ള ആ ഒരു യാത്രയിലേക്ക് അതിൻ്റെ ഒരു രേഖാചിത്രം വരയ്ക്കുവാനുള്ള ഒരു ആളായിട്ടാണ് ഭഗവാൻ തിരഞ്ഞെടുത്തത്. ഒരുപാട് നമ്മൾ കോയിൻസിഡൻസ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ സാന്നിധ്യം നിറഞ്ഞ ഒരു യാത്ര തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഒരു 4 മാസമായി ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ യാത്ര ആരംഭിച്ചിട്ട്, ഞാനും രഞ്ജിത് ജിയും ഞങ്ങളുടെ ഇതിൻ്റെ ലിറിക്സ് എഴുതിയ ശ്രീ സന്തോഷ് വർമ്മ, സന്തോഷ് ജിയും ഞങ്ങൾ ഈ യാത്ര ആരംഭിച്ചിട്ട് 7 മാസമായി. ഒരു ഡിസംബർ ജനുവരി സമയം തൊട്ട് ഞങ്ങൾ കാശി യാത്ര ആരംഭിച്ചിരിക്കുകയായിരുന്നു. ഓരോ സമയത്തും ഈശ്വരൻ്റെ സാന്നിധ്യം അത് ഏത് രീതിയിലാണ്, കാശി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മുഴുവനായിട്ട് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു അതെന്താണ് എന്ന് പറയുവാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും ഡെപ്തുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓരോ തവണ ഞങ്ങൾ ഒരു മൂടൽ പോലെ വരുമ്പോഴും അതിന് നമുക്ക് ക്ലാരിറ്റി തന്നുകൊണ്ട് ഞങ്ങളെ മുന്നോട്ട് നയിച്ചു. അതിനുശേഷം എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നടക്കുകയുണ്ടായി. ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നതാണെങ്കിലും വളരെ നല്ല 3 ഗ്രൂപ്പ് ലീഡ്സിനെ എനിക്ക് കിട്ടി. ഈ ഡാൻസേഴ്സ് എല്ലാവരും പല പല സ്റ്റേറ്റിൽ പല പല ടൈം സോണിലുള്ളവരാണ്. എങ്കിലും കഴിഞ്ഞ 3 മാസമായിട്ട് ആഴ്ചയിലൊരു 2-3 മണിക്കൂർ ഞങ്ങളെല്ലാവരും ഒരേ മനസ്സായിട്ട് ഒരേ ടൈം സോണിലെത്തി കാശി യാത്രയിൽ പങ്കാളികളാകുകയായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഞങ്ങളെല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കാശി ഇന്നിവിടെ സംഭവിച്ചു. അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷം. അവസരം തന്നതിന് നന്ദി. താങ്ക് യു. First of all, I want to thank Ranjit and Divya for taking the lead. ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടപ്പോൾ സത്യത്തിൽ എന്തായിരിക്കും ഇതിൻ്റെ ട്രെയിലേഴ്സൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു, ഇവരെന്താണ് ഇതിൽ അവതരിപ്പിക്കാൻ വരണത്.
until I heard from Uma at a very late stage that this is the story of a transformation of a kid who comes to KHNA, which made it very interesting. അല്ലേ, നമ്മൾ ഓരോരുത്തരും ഇതിലെ കഥാപാത്രങ്ങളായിട്ട് മാറുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ മക്കൾ ഒരു KHNAക്ക് വരുന്നു, അത് കഴിഞ്ഞിട്ട് ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് കുഞ്ഞിന് തോന്നുന്നു. പിന്നെ അവൻ്റെ മനസ്സിലൂടെ കാശി കടന്നു പോകുന്നു. ആൻഡ് ദെൻ ഹി ബിക്കംസ് എ ഡിവൗട്ടഡ് സനാതനധർമ്മി. അതാണ് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ട്രാൻസിഷൻ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റ് വളരെ ന്യൂ ആണ്, വളരെ നല്ലതാണ്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മന്മഥൻ അങ്കിളിൻ്റെ ആദ്യത്തെ KHNA കൺവെൻഷൻ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതൊക്കെ നല്ല ബുദ്ധിപരമായ കാഴ്ചപ്പാടുകളായിരുന്നു. എനിവേ, മോർ ഇമ്പോർട്ടൻ്റ്ലി ദിവ്യയുടെ പറഞ്ഞതുപോലെ ഇതൊരു KHNA ക്രോസ് സെക്ഷൻ കൂടിയാണ്. ഇത്രയും ഡാൻസേഴ്സിനെ ഈ വേദിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് എനിക്കറിയാം. പലപ്പോഴും ആതിരയോടൊക്കെ സംസാരിക്കുമ്പം ചേച്ചി കാശിയാണ്, പല മീറ്റിങ്ങുകളിലും കയറുമ്പോൾ ഇവരൊക്കെ പകുതി വഴിക്ക് ഇറങ്ങിപ്പോവും, കാശിയുടെ പ്രാക്ടീസ് നടക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് താങ്ക് യു ഫോർ പുട്ടിങ് ടുഗെദർ കാശി ഫോർ us. താങ്ക്സ് എ ലോട്ട്. Thank you, Paul Carla, for supporting us. Can you say a few words? What a beautiful program. Would you all agree with me? See, my name is Paul Carla. I'm so proud and happy to be a sponsor for this program. Well, in the beginning, I did not know what it's going to be turn out to be, but after watching this, I say, wow, what a great program. In my busy life, by the way, I'm president and founder of Signature America Financial Planning, where we actually help people on accumulating wealth, minimizing taxes, and then passing the wealth on to children in the most tax-efficient manner, essentially estate planning. We have a booth at the convention. Please stop by. We have a special offer for the KHNA members who are attending it. But the purpose of my spending a couple of minutes right now is to tell you that in my busy life, I don't get much time to watch TV, but the only program that I never miss is America Got Talent. Today, what I saw was the Indian version of America Got Talent. It was the Indian version of America Got Talent, and I want you to know, Divya, Ranjit, Uma, Nisha, when you go home on Thursday, I want you to, well, Divya is leaving tonight, okay? I want you to feel very proud of the outcome of your efforts and your dreams. And Nisha, it was all your dream from starting from top, and you put everything together so nicely. Look at that. And behind each child, well, I shouldn't say child because I'm seeing a lot of grown-up people too, but behind each person who is participating here, there's hours and hours and hours of practice and months of practice in here. So what you're seeing is the crystallized effort of all those efforts. The reason I know is how much time must have gone in there, because when my daughter was growing up and going through dance programs similar to this, I know how much time she had put in. So I know how much time and commitment these ladies have put in. So give them an applause, give them a hand. Okay? And I'm so proud to be part of this community where people are so dedicated in advancing our culture. So let's keep that up. Thank you so very much. We appreciate all of you, your support. This is the last program of the day. We will see you early tomorrow morning. Thank you. Thank you, the entire team of Kashi. What a phenomenal day one it was, and what better way to wrap up day one with Kashi. A big round of applause to